ദീർഘമായ പ്രഭാഷണം പ്രതീക്ഷിക്കരുത് എന്നുള്ള രീതിയിൽ അതിനായിട്ട് എന്താണ് യാത്ര എന്നുള്ളതാണ് ഒരു കാര്യത്തിലുണ്ട്. എന്തിനാണ് യാത്ര, എന്താണ് യാത്ര, എന്തിനാണ് യാത്ര? യാത്രയുടെ ഒരു സൈക്കോ സോഷ്യൽ എൻവയോൺമെന്റ്, അതായത് മാനസികവും സാമൂഹികവുമായിട്ടുള്ള സാഹചര്യവും അതിൻ്റെ ഇമ്പാക്റ്റും അതെന്താണ്? രണ്ടാമത്തെ ആസ്പെക്ട്, ഈ യാത്രയുടെ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് എന്താണ്, ആത്മീയമായ പ്രാധാന്യം എന്താണ്? ഒരുപാട് യാത്രകൾ നമ്മൾ കാണാറുള്ളതാണ്. എന്താണ് ഈ യാത്രയ്ക്ക് പറ്റുന്നത്? അതാണ് ചോദ്യം. യാത്രയുടെ ഒരു സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ ആത്മീയമായ പ്രാധാന്യം എന്ന് പറയുമ്പോൾ എന്താണ് ആത്മീയത എന്ന ആദ്യം ചോദ്യമാണ്. എന്താണ് ആത്മീയത, എന്താണ് സ്പിരിച്വാലിറ്റി എന്നുള്ളത്? അപ്പം പലപ്പോഴും ഈ സ്പിരിച്വാലിറ്റി എന്ന വാക്കുമായി ചേർത്ത് വെച്ച് അതേ അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്ന മറ്റൊരു വാക്കാണ് മതം, റിലീജിയൻ. റിലീജിയൻ ആണോ സ്പിരിച്വാലിറ്റി, സ്പിരിച്വാലിറ്റി ആണോ റിലീജിയൻ എന്നുള്ളതാണ് ചോദ്യം. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് 150ഓളം സൈക്കോളജിക്കൽ സയൻറ്റിസ്റ്റ് ലോകം മുഴുവൻ നടത്തിയ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവർ കൺക്ലൂഡ് ചെയ്ത 4 കാര്യങ്ങൾ. എന്താണ് റിലീജിയൻ എന്നുള്ളത് 4 കാര്യങ്ങൾ. അതിൻ്റെ ഫൈൻഡിങ്സാണ്. ശാസ്ത്രമാണ്, സയൻസാണ്, സൈക്കോളജിക്കൽ സയൻസാണ്. ഞാനിവിടെ മതത്തെക്കുറിച്ച് സംസാരിക്കുകയല്ല, അതിൻ്റെ ഫൈൻഡിങ്സ് സയൻറ്റിഫിക്കായിട്ട് ഒരു അപ്രോച്ച് എനിക്ക് പറഞ്ഞു. 4 കാര്യങ്ങളാണ് സ്പിരിച്വാലിറ്റിയും റിലീജിയനെയും വേർതിരിച്ച് കാണാനുള്ള ശാസ്ത്ര ലോകത്തിൻ്റെ ഫൈൻഡിങ്സ്. അതിൽ ആദ്യത്തെ ഒരു റിലീജിയൻ എന്ന് പറയുമ്പോൾ ആ റിലീജിയന് ഒരു ക്രിയേറ്റഡ് ഗോഡ് ഉണ്ടാവും. രണ്ടാമത്തേതായിട്ട് ഒരു വിശ്വാസ സംഖ്യയുണ്ടാവും, വിശ്വാസ പ്രമാണങ്ങളുണ്ടാവും. മൂന്നാമതായിട്ട് ആരാധനാലയം ഉണ്ടാവും. ആ ക്രിയേറ്റഡ് ഗോഡിനെയും ആ വിശ്വാസ പ്രമാണങ്ങൾ ജീവിതരേഖയാക്കി ജീവിക്കാൻ വേണ്ട സാഹചര്യം എന്നോണം രൂപപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, ആരാധനാലയങ്ങളുണ്ടാവും. 4, ഒരു റിലീജിയനിൽ എല്ലാത്തിനും ഒരു റിച്വൽ ഉണ്ടാവും, ഒരു സെറിമണി ഉണ്ടാവും, ആചാരവും അനുഷ്ഠാനങ്ങളും ഉണ്ടാവും. 4 കാര്യങ്ങളും ഉള്ള ഒരു കോമ്പിനേഷൻ എന്താണോ അതാണ് റിലീജിയൻ. അതാണ് സയൻറ്റിസ്റ്റ് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എന്താണ് സ്പിരിച്വാലിറ്റി? സ്പിരിച്വാലിറ്റി റിലീജിയൻ ആണോ? സ്പിരിച്വാലിറ്റി എന്നാൽ എന്താണ് ഞാൻ, എങ്ങനെയാണ് ഞാൻ, എൻ്റെ ജീവിതത്തിൻ്റെ ധർമ്മം എന്താണ്, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്, എന്താണ് ഞാൻ ഇങ്ങനെയായി പോയത്, എന്താണ് ഞാൻ ദേഷ്യപ്പെടുന്നത്, എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ എനിക്ക് എൻ്റെ സന്തോഷമായി കണ്ട് സന്തോഷിക്കാൻ സാധിക്കാത്തത്, പകരം അസൂയ തോന്നുന്നത്, അല്ലെങ്കിൽ വിഷമം തോന്നുന്നത്, എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ എൻ്റെ സങ്കടങ്ങളായി കണ്ടുകൊണ്ട് എനിക്ക് അതിൽ പങ്കുചേരാൻ സാധിക്കാത്തത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. എന്താണ് എൻ്റെ സന്തോഷങ്ങൾ നിലനിൽക്കാത്തത്? എന്തുകൊണ്ടാണ് ഞാൻ എത്ര സൗഭാഗ്യങ്ങൾ നേടിയിട്ടും ജീവിതത്തിൽ എത്ര ഉന്നതിയിൽ എത്തിയിട്ടും സമ്പാദിച്ചിട്ടും അത് നിലനിൽക്കാത്ത എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് നിഴൽ പോലെ തന്നെ എൻ്റെ സങ്കടങ്ങൾ പിന്തുടരുന്നത്? എന്താണ് എനിക്ക് കൂടെ നിരാശ ഉണ്ടാക്കുന്നത്? എന്താണ് എൻ്റെ സങ്കടങ്ങൾക്ക് കാരണം എന്ന ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരത്തിൻ്റെ തേടലാണ് സ്പിരിച്വാലിറ്റി, ആത്മീയത. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് റിലീജിയനും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം?
റിലീജിയൻ വിത്തൗട്ട് സ്പിരിച്വാലിറ്റി ഈസ് മീനിങ്ലെസ്. റിലീജിയൻ ഈ ഘടകങ്ങൾക്കുള്ള ഉത്തരം തേടുന്നതിനുള്ള സംവിധാനം ഇല്ലെങ്കിൽ, ഫലവത്തായ സംവിധാനം ഇല്ലെങ്കിൽ റിലീജിയൻ അർത്ഥം ഇല്ലാത്തതാണ്. അങ്ങനെയാണെങ്കിൽ സ്പിരിച്വാലിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തു, ശാസ്ത്രം പറയുന്ന രീതിയിൽ ഡിഫൈൻ ചെയ്തു, റിലീജിയൻ വ്യത്യാസം മനസ്സിലായി, ക്ലിയറായിട്ട് ആത്മീയതയാണെന്ന് മനസ്സിലായി. ശരി, ഓക്കെ. അതിപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? ഈ ധർമ്മമാർഗ യാത്രയുമായിട്ട് എന്താണ് ആത്മീയതയ്ക്ക് ബന്ധം? അതാണ് ചോദ്യം, അടുത്ത ചോദ്യം. എന്താണ് ധർമ്മമാർഗ യാത്രയുമായിട്ട് ആത്മീയതയ്ക്ക് ബന്ധം എന്നുള്ളതാണ്. അപ്പോൾ ഈ ധർമ്മപാത യാത്ര നടന്നാൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. നടക്കുന്നതാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം തേടൽ എന്നുള്ളതാണ്. അപ്പം ഈ ധർമ്മപാത യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിലുള്ള യാത്ര അകത്തോട്ടാണ്, പുറത്തോട്ടല്ല. യഥാർത്ഥത്തിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടേണ്ടത് പുറത്തോട്ടല്ല. ഇന്ന് മോഡേൺ സിവിലൈസേഷൻ നമുക്ക് മുമ്പിൽ നീട്ടി തന്നിട്ടുള്ള വെച്ച് കൂട്ടുന്ന സൊല്യൂഷൻസ് ഒന്നും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരില്ല. അകത്തോട്ടാണ് നോക്കേണ്ടത്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, യു കനോട്ട് ട്രാവൽ ദ പാത്ത് until you become the path itself. നിങ്ങൾക്ക് ആത്മീയതയുടെ പാതയിൽ നടക്കാൻ സാധിക്കില്ല. ഇങ്ങനെ നിങ്ങൾ സ്വയം ഒരു പാതയായി മാറിയില്ലെങ്കിൽ എന്ന് ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് അടുത്ത ചോദ്യം, അപ്പോൾ ഈ പദയാത്ര എന്ന് പറയുന്നത് ഈ ഉള്ളിലോട്ടുള്ള യാത്രയുടെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ആവിഷ്കാരമായിട്ടുള്ള സന്ദേശമായിട്ട് കാണേണ്ട ഒന്നാണ്. നടക്കേണ്ടത് പുറത്തോട്ടല്ല, കയറേണ്ടത് പുറത്തല്ല, വിതൗട്ടല്ല, വിധിയാണ്, അകത്തോട്ടാണ്. നടക്കേണ്ടത് അകത്തോട്ടാണ് എന്ന് വിളിച്ചു പറയുന്ന യാത്രയായിട്ട് മാറുന്നു എന്ന് പറയുന്നതാണ് അതിൻ്റെ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ്. സ്വാഭാവികമായിട്ട് അടുത്ത ചോദ്യം, എന്താണ് ഈ അകത്തോട്ട് നടക്കുന്നത്? അകത്തോട്ട് നടന്നാൽ മുമ്പിൽ ഇരിക്കുന്നത് എങ്ങനെയാണ് നടക്കേണ്ടതെന്നുള്ളത്. അകത്തോട്ട് നടന്നാൽ, അകത്തോട്ട് നോക്കിയാൽ ഇതിനുള്ള ഉത്തരം കിട്ടുമോ എന്നാണ് ചോദ്യം. അതിനുള്ള സംവിധാനങ്ങൾ ഓൾറെഡി ഒരുപാട് ലോകത്തുണ്ട്. ബുദ്ധധർമ്മത്തിൽ എന്താണ് സംവിധാനം? അതാണ് ചോദ്യം. ബുദ്ധധർമ്മത്തിൽ ഭഗവാൻ പറയുന്ന മാർഗം എന്താണ്? ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഇതിനുള്ള ഉത്തരവുണ്ട്. ഭഗവാൻ പറയുന്ന മാർഗമുണ്ട്. 4 മാർഗങ്ങളാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. നമുക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അൾട്ടിമേറ്റ്ലി കിട്ടും. പക്ഷെ ഈ 4 കാര്യങ്ങൾ ഈ പാതയിൽ ഉടനീളം ഇന്ധനമായി കരുതേണ്ടത് ഈ 4 കാര്യങ്ങളാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്താണ് ഈ 4 കാര്യങ്ങൾ? ഈ 4 കാര്യങ്ങളും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കൂടുതൽ നമ്മ പറയാൻ സാധിക്കില്ല. പക്ഷേ ആദ്യത്തെ മെത്ത. എന്താണ് ഈ മെത്ത? എല്ലാവർക്കും അറിയാവുന്നതാണ് മെത്ത എന്താണെന്നുള്ളത്. മലയാളത്തിൽ അതിന് മൈത്രി എന്ന് പറയാം. മെത്തയുടെ അർത്ഥത്തിൻ്റെ വാക്കിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള അർത്ഥം താങ്ങാനുള്ള ശേഷി ഈ മൈത്രി എന്നുള്ള വാക്കിനില്ല. പക്ഷേ ഒരു ഭാഷയിലുമില്ല, പാലിയിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും മൈത്രി കമ്പാരിറ്റീവ്ലി ബെറ്റർ വേർഡാണ്. ശരി, അപ്പം എന്താണ് ഈ മെത്ത എന്നുള്ളതാണ്. ദ എബിലിറ്റി ടു റിലീവ് ദ സഫറിങ് ഓഫ് അതേഴ്സ് എന്നാണ്. മറ്റുള്ളവരുടെ ദുഃഖം, സങ്കടം മാറ്റാനുള്ള കഴിവ്, അല്ലെങ്കിൽ മറ്റൊരാൾ സന്തോഷത്തോടെ ജീവിക്കണം, നന്മ നേടാനുള്ള നമ്മളുടെ കഴിവ് എന്നുള്ളത്. എബിലിറ്റി ടു ഷെയർ ഹാപ്പിനെസ്. അപ്പോൾ നമുക്ക് മറ്റൊരാൾക്ക് ഹാപ്പിനെസ് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് സന്തോഷത്തിൻ്റെ വൈബ്രേഷൻസ് ഷെയർ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? യു കനോട്ട് pour from an empty cup. നമ്മളുടെ പാത്രം കാലിയാണെങ്കിൽ കാലി പാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ പാത്രം നിറയ്ക്കണം. നമ്മളുടെ പാത്രത്തിൽ ആദ്യം മെത്ത നിറയ്ക്കണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യുക? മെത്ത എങ്ങനെയാണ് നിറയ്ക്കുക? എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം എന്ന് ഉള്ള ആത്മാർത്ഥമായ ആഗ്രഹം ആണ് മെത്ത എങ്കിൽ എങ്ങനെയാണ് അത് നിറയ്ക്കുക? അതിന് ബേസിക്കായിട്ട് 2 കാര്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം, മനസ്സിൽ ചെയ്തിരിക്കണം. അതില്ലാതെ മെത്ത എന്ന ആ എനർജി
മനസ്സിലുണ്ടാവില്ല, രൂപപ്പെടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് രണ്ട് കാര്യം എന്നുള്ളതാണ്. ആദ്യത്തേത്, നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മളോട് ആരെങ്കിലും തെറ്റുകൾ ചെയ്യുകയോ മോശമായി പെരുമാറുകയോ നമ്മളെ വിഷമിപ്പിക്കുകയോ അസ്വസ്ഥരാക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പൊറുക്കുക, ക്ഷമിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, നമ്മൾ അറിയാതെയോ അറിഞ്ഞോ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിലോ മാപ്പ് ചോദിക്കുക എന്നുള്ളതാണ്. അത് ഇന്നലകളിലാവാം, ഇന്നാവാം, വർഷങ്ങൾക്ക് മുൻപാവാം, ആരായാലും അത് എപ്പോഴായാലും ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മാപ്പ് കൊടുക്കുക, മാപ്പ് ചോദിക്കുക. ഇത് രണ്ടും ചെയ്ത് കഴിയുമ്പോൾ മെത്ത ഉണരാനുള്ള പാകം മനസ്സിന് ലഭിക്കും. എന്നിട്ട് ആഗ്രഹിക്കണം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ, സമാധാനത്തോടെ ഇരിക്കട്ടെ, സുഖീ ഭവന്തു എന്ന് പറയാം. എന്നിട്ട് പറയാം. അപ്പം ആ ചിന്തയുടെ എനർജി, വൈബ്രേഷൻ, ഫ്രീക്വൻസി യൂണിവേഴ്സിലേക്ക് റിലീസാക്കപ്പെടും. സോ അതാണ് ആദ്യം വളർത്തേണ്ട മനസ്സിൻ്റെ ക്വാളിറ്റി എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ക്വാളിറ്റി എന്താണ്? 4 ക്വാളിറ്റിയിൽ രണ്ടാമത്തെ ക്വാളിറ്റി കരുണ. എന്താണ് ഈ കരുണ? അഗെയിൻ, മറ്റൊരാളുടെ സങ്കടം നമ്മുടേതായി കണ്ടുകൊണ്ട് അതിൽ പങ്കുചേരാനും ആ സങ്കടം കുറയ്ക്കാനുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് എത്ര ശേഷിയുണ്ട്, അതാണ് കരുണ. അപ്പം നമ്മളെക്കാൾ ലെസ് ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആളുകൾ, അതായത് സൗഭാഗ്യങ്ങൾ കുറഞ്ഞ ആളുകൾ, ഒരുപക്ഷെ കയ്യില്ലാത്ത ആളുകൾ, കണ്ണില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ വരുമാന മാർഗം വേണ്ട വിധത്തിലില്ലാതെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ, അസുഖമുള്ള ആളുകൾ, മാനസിക പ്രശ്നങ്ങളുള്ള ആളുകൾ, അഹങ്കാരമുള്ള ആളുകൾ, ഇവരെല്ലാം ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ്. അഹങ്കാരമുള്ള ആളുകളാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ. ഏറ്റവും കൂടുതൽ മെറ്റയും കരുണയും വേണ്ടത് അവർക്കാണ്. കാരണം നമ്മൾ ദുഃഖിക്കുകയാണ് എന്ന് അറിയാതെ ദുഃഖിക്കേണ്ടി വരുന്നതാണ് ഏറ്റവും വലിയ ദുഃഖം. മറ്റുള്ളവർക്ക് അവർ ദുഃഖിക്കുകയാണെന്നെങ്കിലും അറിയാം. അപ്പം അതിനുള്ള മാർഗം നേടാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. അഹങ്കാരവും അഹന്തയുള്ള ആളുകൾക്ക് അതൊരു ദുഃഖമാണ് എന്ന് ബോധ്യമില്ല. അപ്പം അതിനുള്ള പരിഹാരം തേടാൻ അവർക്ക് സാധ്യവുമാണ്. അതാണ് കൊടൂരമായ ദുഃഖം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ കാണുമ്പോൾ അതിൽ പങ്കുചേർന്നുകൊണ്ട് അവർക്ക് അത് കുറയ്ക്കാനുള്ള, സങ്കടം കുറയ്ക്കാനുള്ള നമ്മുടെ ശേഷി, അതാണ് കരുണ. മൂന്നാമത്തെ ക്വാളിറ്റി എന്താണ് മനസ്സിൻ്റെ? മുദിത എന്ന് പറയും. മുദിത, അതായത് നമ്മളെക്കാൾ സൗഭാഗ്യങ്ങളുള്ള, മോർ ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആളുകൾ, പലപ്പോഴും ബന്ധുക്കളാവാം, സുഹൃത്തുക്കളാവാം, അയൽവാസികളാവാം, ആരും ആയിക്കോട്ടെ, പലരും വിജയിക്കുമ്പോൾ, അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, നല്ല കാലങ്ങൾ അവർക്കുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ എന്താണ് തോന്നാറ്? ഒരു സങ്കടമാണ് തോന്നാറ്, ഒരു വിഷമം. എന്തിനാണ് വിഷമം? ആ വിഷമം എന്ന് പറയുന്നത് അസൂയയുടെ ഒരു ഒന്നരത്തേതാണ്. അസൂയയാണ് തോന്നാറ്. അതിന് പകരം നമ്മളെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന സൗഭാഗ്യങ്ങളുള്ള ആളുകളെ കാണുമ്പോൾ, സന്തോഷിക്കുന്ന ആളുകളെ കാണുമ്പോൾ, നന്മയുള്ള ആളുകളെ കാണുമ്പോൾ അത് നമ്മുടെ സ്വന്തം സന്തോഷമായിട്ടും സ്വന്തം വിജയമായിട്ടും കണ്ടുകൊണ്ട് അതിലും പങ്കുചേരാൻ കഴിയുന്ന മനസ്സിൻ്റെ ഒരവസ്ഥ, അതാണ് മുദിത. നാലാമത്തെ ക്വാളിറ്റി എന്താണ്? ഇന്ധനം എന്താണ്? ബ്രഹ്മപാഠം, അകത്തോട്ട് നടക്കാനുള്ള ഇന്ധനം എന്താണ്? വിവേക. വാക്കിൻ്റെ മൊത്തം സമഭാവന എന്ന് വേണമെങ്കിൽ പറയാം. പൂർണ്ണതോടും ശരിയല്ല, സമഭാവന എന്ന് പറയാം. അപ്പോൾ സമഭാവന എന്ന് പറഞ്ഞാൽ എന്നർത്ഥം? സമത്വത്തോടെ കാണാൻ എന്നർത്ഥം. എന്താണ്? എന്തിനെയാണ് സമത്വത്തോടെ കാണേണ്ടത്? എങ്ങനെയാണ് സമത്വത്തോടെ കാണേണ്ടത്? അപ്പോൾ 2 തരത്തിൽ കാണാം. ഒന്ന്, പുറമേ ഉള്ള കാര്യങ്ങളെ സമത്വത്തോടെ കാണാം. എങ്ങനെയാണ് പുറമേയുള്ള കാര്യങ്ങളെ സമത്വത്തോടെ കാണുക? എല്ലാ മനുഷ്യരും, എല്ലാവരും, റിഗാർഡ്ലെസ് ഓഫ് ദർ ആക്ഷൻസ്, അതായത് എല്ലാ മനുഷ്യരെയും നമ്മളോട് അവരുടെ പെരുമാറ്റം പരിഗണിക്കാതെ, അവർ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളോടുള്ള പെരുമാറ്റം, നമ്മളോടുള്ള അപ്രോച്ച്, നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്ത് തന്നെ ആയിക്കോട്ടെ, ദ്രോഹപരമായിക്കോട്ടെ, വിനാശപരമായിക്കോട്ടെ, സ്നേഹപരമായിക്കോട്ടെ, എന്ത്
തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ ജഡ്ജ് ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പെരുമാറാതിരിക്കുക എന്നുള്ളതാണ് സമഭാവന. അപ്പോൾ ഇങ്ങോട്ട് എങ്ങനെ നോക്കിച്ചാലും, ശത്രുവായാലും, നമ്മളെ ഉപദ്രവിച്ചാലും, നിരന്തരം ഉപദ്രവിച്ചാലും സ്റ്റിൽ സുഖീഹം, കരുണ, മെത്ത, മുദിത. അതാണ് സമഭാവന. അതാണ് പുറമേയുള്ള സമഭാവന. ഈ എന്താണ് അകമേയുള്ള സമഭാവന? പുറമേ സമഭാവന വരണമെങ്കിൽ അകത്ത് സമഭാവന ഉണ്ടാവും. എന്താണ് അകത്തെ സമഭാവന? ജീവിതത്തിൽ പൊതുവെ അപ്സ് ഉണ്ടാവും, ഡൗൺസ് ഉണ്ടാവും. മീൻസ് ഉയർച്ചയുണ്ടാവും, താഴ്ചയുണ്ടാവും. പല വിധത്തിൽ പല ഒരു കടലിൽ തിരമാല പോലെ ആണ് ജീവിതം. എല്ലാ സമയത്തും സന്തോഷവും ശാന്തിയും സമാധാനവും മാത്രമാണോ? അല്ല, ജീവിതമാണ്. ജീവിതമാണ്. അപ്പോൾ തിരമാലകൾ പോലെയാണ്, ഉയർച്ചയും താഴ്ചയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെ നമ്മളെങ്ങനെ നേരിടുന്നു? മാനസികമായിട്ട് അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യും? ജീവിതത്തെ എങ്ങനെ നേരിടുന്നു? തിരമാലകൾ പോലെ കലുഷിതമായിട്ടുള്ള ജീവിതത്തെ എങ്ങനെ നേരിടും? അങ്ങനെയാണെങ്കിൽ 8 തരത്തിലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം പൊതുവെ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുന്നത്. 8 തരത്തിലുള്ള ഉയർച്ചയും താഴ്ചയാണ് ഉണ്ടാകുന്നത്. അതിൽ ആദ്യത്തേത്, ഒന്നുകിൽ മനുഷ്യൻ അറ്റ് എ ഗിവൺ ടൈം ഹാപ്പിനെസ് ആയി, അതല്ലെങ്കിൽ ദുഃഖത്തിലായി, നിരാശയിലായി, സങ്കടത്തിലായിരിക്കും, സ്ട്രെസ്സിലായിരിക്കും. ഹാപ്പി സ്റ്റേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സഫറിങ് സ്റ്റേറ്റിലായിരിക്കും. ഇവിടെ എങ്ങനെയാണ് ഉപേക്ഷ അപ്ലൈ ചെയ്യാം? ഹാപ്പിനെസ് ഉണ്ടാകുമ്പോൾ, സന്തോഷിച്ചിരിക്കുമ്പോൾ, സൗഭാഗ്യ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അമിതമായി അതിൽ ആനന്ദിക്കാതെയും അമിതമായി അതിൽ ഭ്രമിക്കാതെയും ഇരിക്കുക എന്നുള്ളതാണ്. അതേസമയം സങ്കടങ്ങളും നിരാശകളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ അമിതമായി അതിൽ ദുഃഖിക്കാതെയും അമിതമായിട്ട് അതിന് വിധേയത്വം കാണിച്ച് ഇതേ ആവാതെ ഇരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ബുദ്ധധമ്മം മിഡിൽ പാത്താണെന്ന് പറയാൻ കാരണം, മച്ചിമ മഗ എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. മിഡിൽ പാത്ത്, സന്തോഷത്തിൽ അമിതമായി ഭ്രമിക്കുകയും വീണ്ടും വീണ്ടും സന്തോഷങ്ങൾ നേടി അലയുന്നതും ഒരു എക്സ്ട്രീമാണ്. അതേസമയം സങ്കടങ്ങളിൽ സഹിക്കാൻ വയ്യാതെ, ദുരിതങ്ങൾ സഹിക്കാൻ വയ്യാതെ അതിനുള്ള മാർഗങ്ങൾ യഥാർത്ഥത്തിൽ തേടാതെ സമൂഹം നമുക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്ന ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ട് ആ ദുഃഖത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് അടുത്ത എക്സ്ട്രീം. എങ്ങനെയാണ് ആ ദുഃഖങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്? മനുഷ്യൻ സാധാരണഗതിയിൽ സങ്കടപ്പെടുമ്പോൾ എന്താണ് ചെയ്യുക? 4 കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് മനുഷ്യൻ ദുഃഖങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ചെയ്യുന്നത്. അപ്പം അതിൽ പ്രധാനമായിട്ടും ആദ്യം എന്ന് പറയുന്നത് ഫെയിമാണ്. ഫെയിം, പവർ, മണി, സെക്സ്. ഈ 4 കാര്യങ്ങളാണ് മോഡേൺ സിവിലൈസേഷൻ്റെ അടിത്തറ. അവൻ്റെ സങ്കടങ്ങളിൽ നിന്ന് അവൻ ഒളിച്ചോടാൻ വേണ്ടി അവൻ്റെ ഏക സങ്കേതം ഈ 4 കാര്യങ്ങളിലാണ്. ഒന്നുകിൽ അവൻ കാശ് സമ്പാദിച്ച് അത് എന്നെ സന്തോഷിപ്പിക്കും, എൻ്റെ സങ്കടങ്ങൾക്ക് മുക്തി തരുന്നതായിരിക്കും. അതല്ലെങ്കിൽ പവർ, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ ഞാൻ പവർഫുൾ ആവും, ആ പവർ എൻ്റെ സങ്കടങ്ങളെ നശിപ്പിക്കുമെന്ന് അവൻ ധരിക്കും. അതല്ലെങ്കിൽ ഫെയിം, പ്രശസ്തി പദത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ സങ്കടങ്ങൾ ഇല്ലാതെയാവുമെന്ന് അവൻ ധരിക്കും. അതല്ലെങ്കിൽ പിന്നെ എന്താണ് മാർഗം? സെക്സ്, ലൈംഗികത. യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലി 4ൻ്റെയും കോമ്പിനേഷനാണ് സാധാരണഗതിയിൽ ആളുകൾ തേടാറ്. അപ്പോൾ ഒരു വശത്ത് ഒരു എക്സ്ട്രീം സന്തോഷത്തിൻ്റെ എക്സ്ട്രീം, മറുവശത്ത് സങ്കടങ്ങളുടെ എക്സ്ട്രീം. ഇത് രണ്ടും അല്ലാതെ അതിൻ്റെ നടുക്ക് അതിൻ്റെ ബാലൻസ് സ്റ്റേറ്റ് ഉണ്ട്. ഈ രണ്ടും നമ്മളുടെ മനസ്സിൻ്റെ പയസ് സ്റ്റേറ്റ്, അതായത് ബാലൻസ് സ്റ്റേറ്റ്, പീസ്ഫുൾ സ്റ്റേറ്റ് നശിപ്പിക്കാത്തൊരു പോയിന്റ് ഉണ്ട്, മിഡിൽ പോയിന്റ്. അതാണ് ധമ്മ പോയിന്റ്. ധമ്മ, ഒരു കൊടുങ്കാറ്റിൽ മരം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ചില്ലുകളും ശിഖരങ്ങളെല്ലാം ആടി ഒലിയുന്നത് കാണാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ ട്രങ്കിലേക്ക് നോക്കി, തടിയിലേക്ക് നോക്കി അനങ്ങാൻ നിൽക്കുന്നുണ്ട്. എന്ന പോലെ ജീവിതത്തിൻ്റെ ഈ കൊടുങ്കാറ്റിൽ, ഈ മച്ചിമ പാതയിൽ
മിഡിൽ പാത്തിൽ, ധമ്മപാതയിൽ, ഉള്ളിലോട്ടുള്ള ഈ ധമ്മപാതയിലാണ് നമ്മൾ എങ്കിൽ അനങ്ങാതെ നിൽക്കാൻ പറ്റും. അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ ചെയ്ത് കളിക്കേണ്ടി വരും ജീവിതം. മനസ്സിലായില്ല? അപ്പോൾ 8 ജീവിതത്തിൻ്റെ അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ 2 ഹാപ്പിനെസ്, സഫറിങ്. ഈ രണ്ടാമത്തെ പേരെന്താ? പ്രൈസ്, ബ്ലെയിം. എന്താ പ്രൈസ്? പുകഴ്ത്ത. ഒന്നുകിൽ ഒരു മനുഷ്യന് നേരിടേണ്ടി വരുന്നത് പുകഴാണ്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പരിപാടികളായാലും അല്ലെങ്കിൽ അതിൻ്റെ ബ്രഹ്മവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളായാലും സമൂഹത്തിലൊരു സ്ഥാനമാനങ്ങളിൽ ഇരിക്കേണ്ടി വരുമ്പോഴും അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കിൽഫുള്ളായിട്ടുള്ള കാര്യം ചെയ്യുമ്പോഴും എന്തെങ്കിലും ഒരു പ്രവൃത്തി സമൂഹത്തിൽ ഏർപ്പെടുമ്പോഴും സാധാരണഗതിയിൽ 100 പേര് ഇടപഴകിക്കഴിഞ്ഞാൽ അതിൽ 2 പേരെങ്കിലും ഒന്ന് പുകഴ്ത്താതിരിക്കില്ല. ഓക്കെ. അപ്പോൾ പുകഴ്ത്തുമ്പോൾ എന്താണ്? നമുക്കൊരു ഇലേഷൻ ഉണ്ടാവും, ഒരു ആ ഫീലിംഗ് ഉണ്ടാവും. അത് ആ പുകഴ്ത്തലിൽ ബ്രലിക്കലാണ്. നമ്മളതിന് ഇരയായി കഴിഞ്ഞു പോകാനുള്ള അർത്ഥം. അഹങ്കാരത്തിൻ്റെ രാജപാതയാണ്. അത് ഏറ്റെടുത്താൽ മനസ്സിലായി. അപ്പം താഴെ എന്താ? അബ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ്, പുകഴ്. താഴെ എന്താ? അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും സത്കർമ്മമോ അല്ലാതെ ഉള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും സമൂഹത്തിൽ ഇറങ്ങുമ്പോഴും കുടുംബത്തിലായാലും സമൂഹത്തിലും ഇറങ്ങുമ്പോഴും 100 പേരുമായിട്ട് ഇടപഴകുമ്പോൾ 2 ആളെങ്കിലും അതിനെ ക്രിട്ടിസൈസ് ചെയ്യും. മനസ്സിലായി? അപ്പം ആ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മൾ എന്താണ് ചെയ്യാറ്? അത് നമ്മളുടെ ഈഗോയെ പറഞ്ഞതായിട്ട് നമ്മൾ ഭാവിക്കും. തിരിച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് മറുപടിയും പറയും. ദേഷ്യം, വിരോധം, വിദ്വേഷം ഒക്കെ ആയിരിക്കും തിരിച്ച് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇത്തരത്തിൽ പ്രൈസിലും ബ്ലെയിമിലും 2നും ഇരയാവാതെ ധമ്മപാതയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ 2ഉം നമ്മളെ ബാധിക്കില്ല എന്നുള്ളതാണ്. 2നോടും ഒരേ ഭാവം, സമഭാവം, ഇക്വാനിമിറ്റി, ഉപേഖ. അതാണ് ഉള്ളിലോട്ടുള്ള ഉപേഖ എന്ന് പറയുന്നത്. സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും പ്രൈസ് വരുമ്പോഴും ബ്ലെയിം വരുമ്പോഴും ഇക്വാനിമസ് ആറ്റിറ്റ്യൂഡ്, ഉപേഖ. 4 അടുത്ത പേരേതാണ്? ഗെയിൻ ലോസ്. ജീവിതത്തിൽ എല്ലാവർക്കും നേട്ടങ്ങളുണ്ടാവും, സൗഭാഗ്യങ്ങളുണ്ടാവും. കാറ് വാങ്ങിക്കാം, വീട് വയ്ക്കാം, സമ്പാദിക്കാം, ഒരുപാട് പരീക്ഷയിൽ പാസ്സാവാം, കല്യാണം കഴിക്കാം. എന്തൊക്കെ നേട്ടങ്ങൾ? എല്ലാ നേട്ടങ്ങളാണ്. അപ്പം നേട്ടങ്ങൾ ഒരുപാടുണ്ടാവും. ആ നേട്ടങ്ങൾ നമ്മുടെ ഐഡൻറ്റിറ്റിയെ, സെൽഫ് എന്നുള്ള കോൺസെപ്റ്റ് ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കാതെ, ആ നേട്ടങ്ങളിൽ ഭ്രമിക്കാതെ, ലൗകിക ജീവിതത്തിൽ ഭ്രമിക്കാതെ ഇരിക്കുന്നതാണ് അവിടെ ചെയ്യേണ്ട റൈറ്റ് ആറ്റിറ്റ്യൂഡ്. അതേസമയം അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നഷ്ടങ്ങളും ഉണ്ടാവും ജീവിതത്തിൽ. ഇപ്പം സമ്പത്ത് ഇല്ലാതായിരിക്കാം, ബിസിനസ്